അങ്ങനെ ഞാൻ എറണാകുളത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് ഒരു നൈറ്റൊക്കെ ആയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ബർഗർ കഴിക്കാൻ ഭയങ്കര കൊതി. പിന്നെ ഒന്നും നോക്കില്ല, നേരെ അങ്ങോട്ട് 4 ബർഗർ അങ്ങോട്ട് ഓർഡർ ചെയ്തേ. അപ്പനാണെങ്കിൽ ക്രിക്കറ്റ് കളി കാണുന്നതിൻ്റെ ആവേശത്തിലാണ്. അമ്മ വേറെ ഒരു ഐറ്റംസും കഴിക്കില്ല കേട്ടോ, അങ്ങനെ ഷവർമയൊന്നും. പക്ഷെ അമ്മയ്ക്ക് ബർഗർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും അമ്മയും കൂടെ അങ്ങോട്ട് ബർഗറൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പം നാളെ ഞാൻ ട്രിവാൻഡ്രം പഠിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിന് യാത്ര പറയാനായിട്ട് ഞാൻ എൻ്റെ അപ്പാമ്മയെ കാണാൻ വേണ്ടി വന്നതാണ്. എനിക്ക് അപ്പാമ്മയെ കാണുമ്പം എല്ലാ കാര്യത്തിനും ഞാൻ പോകുന്നതിന് മുന്നേയും ഒരു ചെറു പുഞ്ചിരിയോടെ പോയിട്ട് വാ, നന്നായിട്ട് വരും, എല്ലാം ശരിയാവും എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ശരിക്കും അങ്ങോട്ട് ഞാൻ അപ്പാമ്മയെ മിസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനൊന്ന് ടൗൺ വരെയൊക്കെ പോയിട്ട് ഈവനിങ് ആയപ്പം അനിയൻ ഒരു ചെറിയൊരു ആഗ്രഹം കേട്ടോ, അവൻ്റെ ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാടി ഒന്ന് മാറണമെന്ന്. അതിനായിട്ട് ഡോക്ടറിനെ കാണിക്കാൻ വന്നതാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ വെച്ച പവർ തന്നെ വെച്ചാൽ മതി, ഇനി 6 മാസത്തേക്ക് മാറ്റണ്ടെന്ന് കേട്ടോ. അതിൻ്റെ വിഷമം മാറ്റാനായിട്ട് അവന് ഞാനൊരു ഷവർമയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞാൻ നേരെ സീലോൺസ് പാർക്കിലേക്ക് പോയി കേട്ടോ. നാളെ പോകുന്നതിൻ്റെ നല്ല വിഷമമുണ്ട്, പിന്നെ പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് കഴിഞ്ഞ് നേരെ ഞാൻ തട്ടുകടയിൽ പോയി നല്ല ചൂട് ദോശയും ചിക്കൻ 65 ഒക്കെ വാങ്ങിച്ചു കഴിച്ചു കേട്ടോ. നാളെ രാവിലെ 6:30ക്ക് ഞാൻ ട്രിവാൻഡ്രം പോവുകയാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.